മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ സീനിയർ അഭിഭാഷകൻ ബേലിൻ ദാസ് ഒളിവിൽ തുടരുന്നു. ബേലിൻ ദാസിന് ബാർ കൌൺസിൽ ഓഫ് കേരള കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. അച്ചടക്ക കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മറ്റ് നടപടികളിൽ അന്തിമ തീരുമാനമെടുക്കും. ബേലിൻ ദാസിനെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് ബാർ കൌൺസിൽ വിലക്കിയിട്ടുണ്ട്. ബാർ അസോസിയേഷനും ഇന്ന് അടിയന്തര ജനറൽ ബോഡി ചേരും. വി അരുണാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ബേലിൻ ദാസിലേക്ക് 2 ദിവസമായിട്ട് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പരാതിക്കാരിക്ക് വലിയ പ്രതിഷേധം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ അതായത് പലരും സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ള ആരോപണമാണ് പരാതിക്കാരിയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് ബാർ കൌൺസിൽ വിലക്കിയിട്ടുണ്ട്. മറ്റ് നടപടികൾ എന്ത് പ്രതീക്ഷിക്കണം? ബാർ കൗൺസിലിന്റെയും ബാർ അസോസിയേഷൻ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം ഇയാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പോലീസിന് ഇതുവരെയും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ സംഭവമുണ്ട്, അതായത് ഈ ഷാമിലിയെ മർദ്ദിച്ച ശേഷം 2 മണിക്കൂറോളം ഈ പ്രതി ക്രിമിനൽ അഭിഭാഷകൻ കോടതി വളപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. കോടതിയിൽ ബാർ കൗൺസിൽ ഓഫീസിലും അയാളുടെ ഓഫീസിലുമായി ബാർ അസോസിയേഷൻ ഓഫീസിലും അയാളുടെ ഓഫീസിലുമായി ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അയാളെ പോലീസിനെ തടയുകയാണ് അഭിഭാഷകർ ചെയ്തത്. അഭിഭാഷക നേതാവായ വള്ളക്കടവ് മുരളീധരൻ്റെ നേതൃത്വത്തിൽ പോലീസിനെ തടയുക. നമുക്കറിയാം, കോടതികളിൽ കയറി പ്രതികളെ പിടിക്കാൻ, അല്ലെങ്കിൽ അത് അഭിഭാഷകൻ എന്ത് കുറ്റം ചെയ്ത ആളായാലും പ്രതികളെ പിടിക്കാൻ അഭിഭാഷകർ അനുവദിക്കില്ല. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകും, വലിയ അക്രമങ്ങൾ അവിടെ ഉണ്ടാകും. പലതവണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്രൂരമായ മർദ്ദനം കോടതിക്കുള്ളിൽ മജിസ്ട്രേറ്റിന്റെ ചേംബറിന് മുന്നിലിട്ടും കോടതി വളപ്പിലിട്ടും നിരവധി തവണ പോലീസ് ഉദ്യോഗസ്ഥരെ, എസ്ഐയും സിയും അടക്കമുള്ള ഉദ്യോഗസ്ഥരെ, അതുപോലെ RPF ഉദ്യോഗസ്ഥരെ ഒരു തവണ ആകാശത്തേക്ക് വെടിവെച്ച ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ട സംഭവം വരെ വഞ്ചൂർ കോടതി വളപ്പിൽ ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ ഏത് വിധേനയും തങ്ങൾക്കൊപ്പമുള്ള ആളെ സംരക്ഷിക്കാൻ അഭിഭാഷകർ ശ്രമിക്കും. അതുതന്നെയാണ് ബേലിദാസിന്റെ കാര്യത്തിലും വഞ്ചൂർ കോടതിയിൽ ഉണ്ടായത്. അപ്പോഴൊരു കാര്യം അവർ മറന്നത്, ഈ ബേലിദാസ് എന്ന അഭിഭാഷകൻ അതിക്രൂരമായി മർദ്ദിച്ചത് തങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരു അഭിഭാഷകയാണ്, അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പം കറുത്ത കോട്ടിട്ട് ദിവസവും വഞ്ചൂർ കോടതിയിൽ അഭിഭാഷകയാണ് മർദ്ദിച്ചത്. എന്നിട്ട് പോലും ആ ക്രിമിനൽ കുറ്റം ചെയ്തയാളെ സംരക്ഷിക്കാൻ, അയാളെ അറസ്റ്റ് ചെയ്തത് വിലക്കാൻ അഭിഭാഷക സംഘം പതിവ് പോലെ കോടതിക്കുള്ളിൽ പോലീസ് തടഞ്ഞൊരു കാഴ്ചയുണ്ടായിരുന്നു. അതിനുശേഷവും ഇതുവരെ അയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒരു വിഭാഗം അഭിഭാഷകർ തന്നെയാണ്, മുതിർന്ന അഭിഭാഷകർ തന്നെയാണ് അയാൾക്ക് ഇപ്പോഴും സംരക്ഷണ കവചമൊരുക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ നിയോഗിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് സർക്കാരും CPM ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതുവരെയും അയാളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വലിയ പിന്തുണ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഈ അഭിഭാഷകർക്ക് ലഭിക്കുന്നുണ്ട്. അത് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും BJP-യുടെയും ഒക്കെ നേതാക്കൾ അവർക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട്. ഇതിലെ നിയമമന്ത്രി P. രാജീവ് തന്നെ നേരിട്ടെത്തി ഈ അഭിഭാഷകയ്ക്ക് സർക്കാരിൻ്റെ പിന്തുണ നൽകിയിട്ടുണ്ട്. ഈ കോടതികളിൽ നിലവിലുള്ള നിയമപ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് സ്ത്രീകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക സംവിധാനം വേണമെന്ന ആവശ്യം ഇതിനിടെ ശക്തമാവുകയാണ്. എല്ലായിടത്തും അത്തരത്തിൽ ഈ ഇന്റേണൽ കമ്മിറ്റികളൊക്കെ ഉണ്ട്, പക്ഷേ അത് കോടതികളില്ല എന്ന വിമർശനങ്ങൾ വരുന്നു. അത് വേണമെന്ന ആവശ്യം ശക്തമായി വരുന്നു. ഏറ്റവും പ്രധാനം, ഇത്രയധികം ക്രൂരകൃത്യം ചെയ്ത ആളുകൾക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ വലിയ സങ്കടമുണ്ടാകുന്ന തരത്തിലൊരു പെൺകുട്ടിയെ ആക്രമിച്ച പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള കാര്യം. തീർച്ചയായും വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.